I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. പ്രതീക്ഷിച്ചതുപോലെ ആദായ നികുതിയിൽ വൻ ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത്. സ്ലാബിൽ നാമമാത്രമായ പരിഷ്കാരമാണ് വരുത്തിയതെങ്കിലും റിബേറ്റ് വർദ്ധിപ്പിച്ച് 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരെ പൂർണ്ണമായും ആദായ നികുതി ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കി. 75,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി ചേരുമ്പോൾ ശമ്പള വരുമാനക്കാർക്ക് 12.75 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതി നൽകേണ്ടതില്ല. പുതിയ നികുതി സമ്പ്രദായ പ്രകാരം നിലവിൽ 7 ലക്ഷം രൂപ വരെയുള്ളവർക്കായിരുന്നു ഈ ആനുകൂല്യം ലഭിച്ചിരുന്നത്. അതേസമയം 12 ലക്ഷം രൂപയിൽ കൂടുതലാണ് വാർഷിക വരുമാനമെങ്കിൽ തിരഞ്ഞെടുക്കുന്ന നികുതി വ്യവസ്ഥ പുതിയതോ പഴയതോ അനുസരിച്ച് സ്ലാബ് പ്രകാരം നികുതി നൽകേണ്ടി വരും. കൂടുതൽ നികുതി ഇളവുകളൊന്നും ഇല്ലാത്തതിനാൽ പഴയ നികുതി സമ്പ്രദായം അപ്രസക്തമാകുകയും ചെയ്തു. ഇനി നിങ്ങളുടെ വാർഷിക വരുമാനം 12 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇപ്രകാരമായിരിക്കും നികുതി കണക്കാക്കുക. അതായത് 12 ലക്ഷത്തിന് മുകളിൽ 1 രൂപ പോലും വരുമാനം കൂടിയാൽ സ്ലാബ് അടിസ്ഥാനത്തിൽ നികുതി ബാധ്യത വരുമെന്ന് ചുരുക്കം. 4 ലക്ഷം രൂപ വരെ നികുതിയില്ല. 4 മുതൽ 8 ലക്ഷം വരെ 5%, 8 മുതൽ 12 ലക്ഷം വരെ 10%, 12 മുതൽ 16 ലക്ഷം വരെ 15%, 16 മുതൽ 20 ലക്ഷം വരെ 20%, 20 മുതൽ 24 ലക്ഷം വരെ 25%, അതിനു മുകളിൽ 30%മാണ് നികുതി ബാധ്യത. റിബേറ്റ് ഉൾപ്പെടെ നിലവിൽ 7 ലക്ഷം രൂപ വരെയാണല്ലോ നികുതി ബാധ്യത ഇല്ലാത്തത്. അതുപ്രകാരം 8 ലക്ഷം വാർഷിക വരുമാനമുള്ളവർ 30,000 രൂപയായിരുന്നു നികുതി അടയ്ക്കേണ്ടത്. 9 ലക്ഷം വരുമാനമുള്ളവരാകട്ടെ 40,000 രൂപയും, 10 ലക്ഷമുള്ളവർ 50,000 രൂപയും, 11 ലക്ഷമുള്ളവർ 65,000 രൂപയും, 12 ലക്ഷമുള്ളവർ 80,000 രൂപയുമാണ് നികുതി നൽകേണ്ടിയിരുന്നത്. ബജറ്റിലെ പ്രഖ്യാപന പ്രകാരം 12.75 ലക്ഷം രൂപ വരെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉൾപ്പെടെ വരുമാനമുള്ളവർക്ക് ഇനി നികുതി ബാധ്യതയില്ല. 12 ലക്ഷത്തിന് മുകളിലാണ് വാർഷിക വരുമാനമെങ്കിൽ സ്ലാബ് ബാധകമാകും. സ്ലാബ് ഉയർത്തിയതിനാൽ നിലവിലുള്ള നികുതി ബാധ്യതയിൽ ഈ വിഭാഗക്കാർക്കും നേട്ടമുണ്ടാകും. ഉദാഹരണത്തിന് 16 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർക്ക് നിലവിൽ 1.70 ലക്ഷം രൂപയാണ് നികുതി നൽകേണ്ടത്. പുതിയ സ്ലാബ് പ്രകാരം 1.20 ലക്ഷം രൂപയായി ബാധ്യത കുറയും. അതായത് 50,000 രൂപയുടെ നേട്ടം. 20 ലക്ഷം വാർഷിക വരുമാനമുള്ളവർക്ക് 90,000 രൂപയുടെയും 24 ലക്ഷം വരുമാനമുള്ളവർക്ക് 1.10 ലക്ഷത്തിൻ്റെയും ആനുകൂല്യം ലഭിക്കും. ഓഹരി, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയവയിൽ നിന്നുള്ള മൂലധന നേട്ടത്തിന് പ്രത്യേക നികുതി നിരക്ക് ബാധ്യതയായതിനാൽ മൊത്തം വരുമാനത്തോടൊപ്പം ചേർത്തല്ല, അതിന് പുറമെയാണ് നികുതി ബാധ്യത കണക്കാക്കുക. നികുതി വ്യവസ്ഥയിൽ സമൂല പരിഷ്കരണം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പുതിയ നികുതി ബില്ല് അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും.